പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇന്ന് രാജസ്ഥാനിലെത്തും. കോട്ട്പുള്ളിയിൽ BJP റാലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രചാരണ പരിപാടികൾ ഇന്ന് കർണാടകയിൽ നടക്കും. ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം വേണമെന്ന BJP കാര്യം ചൂണ്ടിക്കാട്ടി BJP ഡൽഹി ഘടകം ലഫ്റ്റനന്റ് ഗവർണർക്ക് കത്ത് നൽകി. മുഖ്യമന്ത്രി ജയിലിൽ തുടരുന്നതിനാൽ ഭരണ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതായാണ് BJP വിമർശിച്ചിരിക്കുന്നത്. BJP ആദ്യഘട്ടത്തിൽ തന്നെ അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. പക്ഷേ അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്ന ഒരു നിലപാടാണ് AAPയും അരവിന്ദ് കെജ്രിവാളും സ്വീകരിക്കുന്നത്. ഇപ്പോഴും ജയിലിൽ കിടന്നുകൊണ്ട് അധികാരം നിയന്ത്രിക്കുന്ന ഒരു സമീപനം തന്നെയാണ് അരവിന്ദ് കെജ്രിവാളും സംഘവും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യമൊപ്പം പ്രചാരണ രംഗത്ത് ഇന്ത്യയെ എല്ലാ തരത്തിലും ആധിപത്യം സ്ഥാപിച്ചു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിലാണ്. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ നൽകാൻ ഗൗതം അനന്തനാരായണൻ ഡൽഹിയിൽ നിന്നും ചേരുകയാണ്. ഗൗതം, ഗുഡ് മോർണിംഗ്. അത് നമുക്ക് രാജസ്ഥാനിലെ അടക്കമുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ വിശദാംശങ്ങളിലേക്ക് പോകാം. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി തന്നെയാണ് ഇന്ന് ആ ഒരു താരപ്രചാരകനായി മുന്നിൽ നിന്ന് നയിക്കുന്നത്. അതിൻ്റെ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിന് ഇനിയും 18 ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഈ സാഹചര്യത്തിൽ രാജ്യത്തൊട്ടാകെ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു ചൂട് ഉയർന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെയാണ് നമുക്കറിയാം BJPയുടെ ഏറ്റവും വലിയ താരപ്രചാരകൻ. അദ്ദേഹമാണ് കശ്മീർ മുതൽ കേരളം വരെ ഉള്ള സംസ്ഥാനങ്ങളിൽ BJPയെ നയിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മോദിയുടെ ഗ്യാരണ്ടി എന്ന ഉറച്ച മുദ്രാവാക്യം BJP ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മുന്നിലേക്ക് വയ്ക്കുന്നു. എന്തായാലും ഇന്ന് അദ്ദേഹം രാജസ്ഥാനിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എത്തുന്നത്. രാജസ്ഥാനിൽ ഇന്ന് BJPയുടെ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കും. കഴിഞ്ഞ 30-ാം തീയതി അദ്ദേഹം ഉത്തർപ്രദേശിലെ മീററ്റിൽ ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിച്ചിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ രാജസ്ഥാനിലേക്ക് എത്തുകയാണ്. രാജസ്ഥാൻ 25 ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഒരു സംസ്ഥാനമാണ്. 2014-ലും 2019-ലും 25-ലും BJPക്കൊപ്പം നിലയുറപ്പിച്ച ഒരു സംസ്ഥാനമെന്ന പ്രാധാന്യം കൂടി രാജസ്ഥാനിനുണ്ട് എന്നുള്ളതാണ്. 2014-ലാണ് നരേന്ദ്രമോദി BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ആദ്യഘട്ടത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ആ ഘട്ടം നമുക്കറിയാം. ദേശീയ തലത്തിൽ 282 സീറ്റുകൾ നേടിക്കൊണ്ട് ഏതാണ്ട് 3 പതിറ്റാണ്ടിന് ശേഷം ദേശീയ തലത്തിൽ ഒരു പാർട്ടിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ച തെരഞ്ഞെടുപ്പായിരുന്നു അത്. പിന്നീട് 2019 അത് 303 സീറ്റായി ഉയർത്തിക്കൊണ്ട് വീണ്ടും അത് ആവർത്തിച്ചു. എന്തായാലും ഈ 2 തവണയും ഇപ്പോഴത്തെ പ്രധാനമന്ത്രിക്കൊപ്പം നിന്ന ഒരു സംസ്ഥാനമാണ് രാജസ്ഥാൻ. അതും രാജസ്ഥാനിൽ ഈ ഘട്ടങ്ങളിൽ ഇടയ്ക്ക് അവിടെ കോൺഗ്രസ് ഭരണം വന്നപ്പോൾ പോലും 2018-ൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP അവിടെ പരാജയപ്പെടുകയും അവിടെ കോൺഗ്രസിന്റെ ഭരണം വന്ന ഘട്ടത്തിൽ പോലും 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ 25-ലും BJP വിജയിച്ച ഒരു സംസ്ഥാനമാണ്. 24 സീറ്റുകളിൽ BJPയും 1 സീറ്റിൽ സഖ്യകക്ഷിയും ജയിച്ചു. അങ്ങനെ 2014-ലും 2019-ലും മോദിക്ക് 25 സീറ്റുകളും സംഭാവന ചെയ്ത രാജസ്ഥാൻ അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJP ആ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളും ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ഈ തവണത്തെ മുദ്രാവാക്യം തന്നെ ഈ തവണ 400-ലധികം എന്നുള്ളതാണ്. സ്വാഭാവികമായും ഒരു വിശാല സംസ്ഥാനമായ രാജസ്ഥാൻ ഉത്തര ഭാരതത്തിലെ സംസ്ഥാനമാണ്. അവിടുത്തെ മുഴുവൻ സീറ്റുകൾ മാക്സിമം സീറ്റുകൾ പിടിച്ചുകൊണ്ട് ലോക്സഭയിൽ 400 എന്ന ആ ഒരു നമ്പർ കടക്കുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. അത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇന്നിപ്പോൾ രാജസ്ഥാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത്. BJPയുടെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരകനിൽ ഒരാളായ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹം ഇന്ന് കർണാടകയിലാണ് ഉള്ളത്. ഇന്നലെ രാത്രിയിൽ തന്നെ അദ്ദേഹം ബംഗളൂരുവിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ബംഗളൂരുവിലും അതോടൊപ്പം തന്നെ ചിക്കമംഗലൂരിലും BJPയുടെ പൊതുപരിപാടികളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുക്കും. കർണാടക 28 ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഒരു സംസ്ഥാനമാണ്. 2019-ൽ 25 സീറ്റുകൾ കർണാടകത്തിൽ BJP വിജയിച്ചിരുന്നു. സ്വാഭാവികമായും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ അവിടെ സഖ്യകക്ഷിയായി ജനതാദൾ S കൂടി വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു കരുത്തുകൂടി പ്രത്യേകിച്ച് ഓൾഡ് മൈസൂർ പോലെയുള്ള റീജിയനുകളിൽ ജനതാദൾ സെക്കുലറിന് വലിയ തോതിൽ പരമ്പരാഗതമായ കരുത്തുള്ള ഒരു പാർട്ടിയാണ്. അത് സഖ്യമായാണ് BJP ഈ തവണ കർണാടകയിൽ മത്സരിക്കുന്നത്. ഒപ്പം
ബെല്ലാരി പോലുള്ള മേഖലയിൽ റെഡ്ഡി സഹോദരന്മാരിൽ ജനാർദ്ദന റെഡ്ഡി അടുത്ത കാലത്ത് BJPയുമായി തെറ്റിപ്പിരിഞ്ഞ് പുതിയൊരു പ്രാദേശിക പാർട്ടി രൂപീകരിച്ചിരുന്നു. കല്യാണ രാജ്യ പ്രജാ പാർട്ടി എന്ന പേരിലാണ് പുതിയ പാർട്ടിയൊക്കെ അദ്ദേഹം രൂപീകരിച്ചത്. അങ്ങനെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിലെ ഈ ബെല്ലാരി ബെൽറ്റിൽ, ബെല്ലാരി അതോടൊപ്പം തന്നെ വിജയനഗര പോലെയുള്ള ആ മേഖലയിൽ, കല്യാൺ കർണാടക മേഖലയിലെ BJPയുടെ പരാജയത്തിന്റെ കാരണം തന്നെ ഈ ജനാർദ്ദന റെഡ്ഡി ഒരു പുതിയ പാർട്ടി രൂപീകരിച്ചത് അവിടെ BJPക്ക് ക്ഷീണം ചെയ്തിരുന്നു. ഇപ്പോൾ ജനാർദ്ദന റെഡ്ഡിയും 2 ആഴ്ച മുമ്പ് BJPയിലേക്ക് തിരിച്ചെത്തി. അദ്ദേഹത്തിന്റെ പാർട്ടിയായിട്ടുള്ള കല്യാണ രാജ്യ പ്രജാപക്ഷെ ഇപ്പോൾ BJPയിലേക്ക് ലയിപ്പിച്ചു. അങ്ങനെ കർണാടകയിലും എല്ലാ സംസ്ഥാനങ്ങളിലും BJPക്ക് എവിടെയെങ്കിലും ചില പ്രശ്നങ്ങൾ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നതാണ് വളരെ ശ്രദ്ധേയം. അതിനാൽ ഇത്തരം സംസ്ഥാനങ്ങളിലെല്ലാം വളരെ മുൻപ് തന്നെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ എത്തി ഇങ്ങനെ പ്രധാനമന്ത്രി മുന്നിൽ നിന്നും പടം നയിക്കുന്നു. താരപ്രചാരകർ അനവധിയുണ്ട്. പക്ഷേ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രചാരണ രംഗത്ത് അപ്പാടെ ഒരു ക്ഷീണിതമായ ഒരു സാഹചര്യമാണുള്ളതല്ലേ? താരപ്രചാരകർ പോയിട്ട് പ്രചാരണ രംഗത്ത് പോലും സജീവമാകാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ് പ്രതിപക്ഷത്തിനുള്ളതല്ലേ? KP, പ്രതിപക്ഷത്തിനിടയിൽ ഈ സീറ്റ് ചർച്ചകൾ സംബന്ധിച്ച് തന്നെ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഓരോ സംസ്ഥാനത്തും ഈ സീറ്റ് ധാരണയാകുന്നില്ല എന്നതാണ് പ്രതിപക്ഷ പാർട്ടികൾക്കിടയിലെ ഭിന്നത. മഹാരാഷ്ട്രയിൽ പ്രതിസന്ധികൾ നിലനിൽക്കുന്നു. അവിടെ ശിവസേനയും NCPയും ഒക്കെ പരസ്പരം പല മണ്ഡലങ്ങളിൽ മത്സരിക്കുകയും പരസ്പരം തോൽപ്പിക്കാൻ കളമൊരുക്കുകയുമാണ്. ശിവസേന, ഉദ്ധവ് വിഭാഗവും NCPയും കോൺഗ്രസും തമ്മിൽ മഹാരാഷ്ട്രയിൽ സീറ്റ് ചർച്ചകളുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ്. നേരെ ബീഹാറിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും ഈ മഹാഗഡ്ബന്ധൻ എന്ന് വിശേഷിപ്പിക്കുന്ന പ്രതിപക്ഷ ഐക്യ കൂട്ടായ്മ, അതിനകത്ത് സീറ്റ് വിഭജനം വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിനും RJDക്കും ഇടയിലാണ് അവിടെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്. പല പ്രധാനപ്പെട്ട സീറ്റുകൾ, കോൺഗ്രസ് ചോദിച്ച ചില സീറ്റുകൾ വിട്ടു നൽകാൻ RJD തയ്യാറായില്ല എന്ന് മാത്രമല്ല, അവിടെ കോൺഗ്രസിന്റെ അനുമതി ഇല്ലാതെ തന്നെ RJD സ്ഥാനാർത്ഥികളെ നിർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അടുത്ത കാലത്ത് പപ്പു യാദവ് കോൺഗ്രസിലേക്ക് ലയിച്ചത്, പപ്പു യാദവിന്റെ സ്വന്തം പാർട്ടിയായിട്ടുള്ള ജൻ അധികാർ പാർട്ടിയെ കോൺഗ്രസിലേക്ക് ലയിപ്പിച്ചത് തന്നെ പുർലിയ ലോക്സഭാ മണ്ഡലം, അത് പപ്പു യാദവ് മുൻപ് അവിടെ MP ഒക്കെ ആയിരുന്നു, ആ മണ്ഡലം നൽകാം, കോൺഗ്രസ് ടിക്കറ്റിൽ അവിടെ മത്സരിക്കാം എന്ന നിലയിലാണ് പപ്പു യാദവ് ഈ തന്റെ സ്വന്തം പാർട്ടിയെ കോൺഗ്രസിൽ അടുത്ത കാലത്ത് ലയിപ്പിച്ചത്. പക്ഷേ ആ പുർലിയ മണ്ഡലത്തിൽ RJD അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു. അതിനാൽ പപ്പു യാദവ് ഇപ്പോൾ അവിടെ സ്വതന്ത്രനായി മത്സരിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ പപ്പു യാദവ് ഇപ്പോൾ കോൺഗ്രസിനെയും RJDയും ഒരുപോലെ വിമർശിക്കുകയാണ്. കോൺഗ്രസിന്റെ വാക്കുകേട്ടാണ് താൻ സ്വന്തം പാർട്ടിയെ കോൺഗ്രസിൽ ലയിപ്പിച്ചത്, എന്നിട്ട് പുർലിയ മണ്ഡലം കിട്ടിയില്ല എന്നതാണ് കോൺഗ്രസിനെതിരെയുള്ള പപ്പുവിന്റെ വിമർശനം. അതോടൊപ്പം തന്നെ CPIയും RJDയും തമ്മിലുള്ള പ്രതിസന്ധി, ബഹുസറായി സീറ്റ് അവിടെ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു. കാരണം ഈ കന്നയ്യകുമാർ, നമുക്കറിയാം JNUവിൽ രാജ്യവിരുദ്ധ മുദ്രാവാക്യം മുഴക്കി കുപ്രസിദ്ധി ആർജിച്ച ഒരു നേതാവാണ് ഈ കന്നയ്യകുമാർ. ഇയാൾ അടുത്ത കാലത്ത് കോൺഗ്രസിലെത്തിയിരുന്നു. ഈ ബഹുസറായി മണ്ഡലം എന്നത് കന്നയ്യകുമാറിന്റെ ജന്മനാടാണ്. ആ മണ്ഡലത്തിൽ താൻ മത്സരിക്കും എന്നതായിരുന്നു കന്നയ്യകുമാറിന്റെ ആഗ്രഹം, അല്ലെങ്കിൽ കോൺഗ്രസ് ആ നിലപാടാണ് മുന്നോട്ട് വെച്ചത്. പക്ഷേ RJD ആ സീറ്റ് CPIക്ക് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ പരസ്പരം വലിയ തോതിൽ കൊമ്പ് കോർക്കുകയും പരസ്പരം ഈ സീറ്റ് ധാരണയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി ഉടലെടുക്കുകയും കോൺഗ്രസിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ പ്രശ്നം രൂപപ്പെടുന്നുണ്ട്. എന്തായാലും പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ സീറ്റ് ധാരണയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇപ്പോഴും വിവിധ സംസ്ഥാനങ്ങളിൽ കഴിയുന്നില്ല. പല സംസ്ഥാനങ്ങളിലും പരസ്പരം മത്സരിക്കുകയും പരസ്പരം തോൽപ്പിക്കും എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ആക്രോശിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് പ്രതിപക്ഷ മുന്നണിക്കിടയിൽ, നമുക്ക് പ്രത്യേകിച്ച് INDA മുന്നണിക്കിടയിൽ കാണാൻ കഴിയുന്നത്.